എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിനെ കുത്തിയ കേസിൽ 15 പ്രതികൾ. KSU മണ്ഡലം പ്രസിഡന്റ് അമൽ ടോമി, ബിലാൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൊല്ലണമെന്ന ഉദ്ദേശ്യത്തോടെയാണ് പ്രതികൾ എത്തിയതെന്നും കഴുത്തിന് നേരെ കത്തി വീശിയെന്നും FIRൽ പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ KSUവിന്റെയും ഫ്രറ്റേണിറ്റിയുടെയും പ്രവർത്തകരാണെന്ന് SFI ആരോപിക്കുന്നു. ഇതിനെല്ലാം എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ക്യാമ്പസിനകത്ത് SFI നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പറയുന്ന ഫ്രട്ടേണിറ്റിക്കും KSUവിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് കോളേജിനകത്ത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ നാടകോത്സവം ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാക്ടീസിലാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം. ഈ വിദ്യാർത്ഥികളെ വിളിക്കുന്നതിനായിട്ട് കോളേജിൽ എത്തിയിട്ടുള്ള SFI യൂണിറ്റ് സെക്രട്ടറിയെ യാതൊരുവിധ പ്രകോപനമില്ലാതെ 20ഓളം വരുന്ന KSUവിന്റെയും ഫ്രട്ടേണിറ്റിയുടെയും ആളുകൾ ചേർന്ന് കത്തിയും അതുപോലെ വടിവാളും ഉപയോഗിച്ചിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോട് തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സമിതിയും അന്വേഷണം നടത്തും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതിയായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് തല നടപടിയുണ്ടാകും. സംഘർഷത്തിന് പിന്നാലെ കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. സംഘർഷമുണ്ടായ ദിവസം പ്രതികളായ അമൽ, ബിലാൽ എന്നീ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റിരുന്നു എന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചത് എന്നാണ് ആരോപണം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഇതിൽ FIRലൊക്കെ ഗുരുതരമായ കാര്യങ്ങളാണ് പറയുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെ കഴുത്തിന് നേരെ കത്തി വീശി എന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് ഗുരുതരമായ തരത്തിലേക്ക് ഈ സംഘർഷം പോകാനുണ്ടായ കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ, ആക്രമണം നടത്തിയ വിദ്യാർത്ഥികൾ, അവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള സംഘർഷം നേരത്തെ ഉണ്ടായി. അതിന്റെ തുടർച്ചയാണ് ഈ കത്തിക്കുത്ത് എന്നാണോ കരുതേണ്ടത്? അനുജ, MG യൂണിവേഴ്സിറ്റിയുടെ നാടക പരിശീലനവുമായി ബന്ധപ്പെട്ട പരിശീലനം നടക്കുന്നതിനിടെയാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നാസറിന് കുത്തേൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 15 പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. 2 പേർ, അതായത് ബിലാൽ അതുപോലെ തന്നെ അമൽ, ഇവർ 2 പേരും ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ 15 പ്രതികൾക്കുമെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് ഈ 15 പേര് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മനഃപൂർവ്വം കൊലപ്പെടുത്താൻ വേണ്ടി ഈ കുത്തി പരിക്കേൽപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ FIRൽ ഉണ്ട് താനും. നിലവിൽ ഈ ചികിത്സയിലുള്ള ബിലാൽ, അമൽ, ഇവർ 2 പേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അധ്യാപകരടങ്ങുന്ന ഒരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അച്ചടക്ക നടപടികൾ ഉണ്ടാവുക എന്നുള്ളതും കോളേജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മനഃപൂർവ്വമുള്ള ആക്രമണത്തിന് KSU ശ്രമിച്ചു എന്നുള്ളതാണ് SFIയുടെ ഒരു ആരോപണമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ സംഭവ സമയം ഈ പരിക്കേറ്റ അമലിനെയും ബിലാലിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് ഈ പ്രതികളായിട്ടുള്ള ഇരുവർക്കും മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് SFI പ്രവർത്തകരാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ KSUവിന്റെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഈ കുത്തേറ്റയാളുടെ ആരോഗ്യനില, രാഹുൽ? അനുജ, ഈ കുത്തേറ്റ നാസറിനെ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. പിന്നീട് കാലുകൾക്കും അതുപോലെ തന്നെ കൈവിരലുകൾക്കും വയറുകൾക്കും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം എങ്ങനെയാണ്? നിലവിൽ എത്ര പേർ കസ്റ്റഡിയിലുണ്ട്? 2 പേർ എന്നതാണോ ഔദ്യോഗികമായി ലഭിച്ച വിവരം? 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. 2 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ചികിത്സയിലുള്ള 2 പേർ, അതായത് അമൽ, ബിലാൽ, ഇവർ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ബാക്കി 13 പ്രതികൾ ഒളിവിലാണ്. ഇവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെയും ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടികൾ അടക്കമുള്ള 15 പേരാണ് ഈ കേസിലെ പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് രീതിയിലായിരിക്കും ഇവരെ കസ്റ്റഡിയിലെടുക്കുക, എപ്പോഴത്തേക്കായിരിക്കും കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. നിലവിൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, മഹാരാജാസ് കോളേജിലുണ്ടായ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചു.